Methods to solve problems that does not satisfy the compatibility condition. This is our compatibility condition, that is all functions are equated to 0. So if the problem does not satisfy this compatibility condition, we have to write u of x comma y that is equal to v of x comma y minus p2 of x comma y, where p2 is the second order appropriate harmonic polynomials and mu is a harmonic function. We construct harmonic polynomials in such a way that mu satisfies the compatibility condition. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒരു പ്രോബ്ലം നമ്മൾ എടുത്താൽ അവർ കോമ്പാക്റ്റിബിലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഹാർമോണിക് പോളിനോമിയൽ കൺസ്ട്രക്ട് ചെയ്യണം സച്ച് ദാറ്റ് ദിസ് മ്യൂ സാറ്റിസ്ഫൈസ് ദി കോമ്പാക്റ്റിബിലിറ്റി കണ്ടീഷൻ. ഓക്കെ, ജനറൽ ഫോം ഓഫ് ദി സെക്കൻഡ് ഓർഡർ ഹാർമോണിക് പോളിനോമിയൽ ഇതാണ് അവരുടെ ജനറൽ ഫോം വരുന്നത്. p2 of x comma y that is equal to a1 of x square minus y square plus a2 of xy plus a3x plus a4y plus a5. ഓക്കെ, അപ്പോൾ ഒരു പ്രോബ്ലം കോമ്പാക്റ്റിബിലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മളതിനെ യു ഓഫ് എക്സ് കോമ വൈനെ വി ഓഫ് എക്സ് കോമ വൈ മൈനസ് p2 ഓഫ് എക്സ് കോമ വൈ വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി എന്ന് പറയുന്നത് ഹാർമോണിക്കായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ വീന് സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മളിങ്ങനെ നോക്കാം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രോബ്ലത്തിൽ ഹൗ ഡസ് ഇറ്റ് വർക്ക് നമുക്ക് നോക്കാം. ദിസ് ഈസ് അവർ പ്രോബ്ലം. ലെറ്റ് യു ഓഫ് എക്സ് കോമ വൈ ബി എ ഹാർമോണിക് function in the unit square satisfying the Dirichlet condition u of x comma 0 that is equal to 1 plus sin pi x, u of x1 that is equal to 2, u of 0 comma y that is equal to u of 1 comma y that is equal to 1 plus y. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട് യൂണിറ്റ് സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റ് സ്ക്വയർ ആണെങ്കിൽ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1, 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ 1. ഇത് എ ആണ്, ദിസ് ഇസ് ബി, ദിസ് ഇസ് സി ആൻഡ് ദിസ് ഇസ് ഡി. ഓക്കെ, ഫങ്ഷനിൽ നമ്മുടെ ഡിറിച്ലെറ്റ് കണ്ടീഷനിൽ ദിസ് ഇസ് അവർ എഫ്, ദിസ് ഇസ് ജി ആൻഡ് ദിസ് ഫങ്ഷൻ എച്ച് ആൻഡ് കെ. ഇത് എച്ചും കെ ആണ്. എച്ചും കെയ്ക്ക് എന്താണ്? സെയിം ഫങ്ഷൻസ് ആണ്. ഓക്കെ, നമുക്ക് എന്താണ് ഇനിയിപ്പോൾ ഒരു കോമ്പാക്റ്റിബിലിറ്റി കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഫോർ ദാറ്റ് ഏതെങ്കിലും ഒരു ഫങ്ഷൻ എടുക്കാം. ഇപ്പോൾ റാൻഡമായിട്ട് ഞാൻ ജി ഓഫ് ഡി എടുക്കുന്നു, അത് ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. 0 ആണെങ്കിൽ കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഓക്കെ, ഫോർ ദാറ്റ് ജി ഓഫ് ഡി നമ്മൾ കൺസിഡർ ചെയ്യാവുന്നു. അപ്പോൾ ജി ഓഫ് ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് 1. ഡിൻ്റെ വാല്യൂ 1 ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ദാറ്റ് ഈസ് ജി ഓഫ് 1 ആൻഡ് ജി ഓഫ് 1 എടുക്കാൻ നമുക്ക് ഇവിടെ എന്താണ് 2 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. സോ കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻ ഡസ് നോട്ട് ഹോൾഡ്. So u of x comma y will be equal to v of x comma y minus p2 of x comma y എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. ആൻഡ് p2 of x comma y എന്ന് പറയുന്നതിൻ്റെ ഫോം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഴുതുക. ആൻഡ് കൺസ്ട്രക്ട് p2 ഇൻ സച്ച് എ വേ ദാറ്റ് mu സാറ്റിസ്ഫൈസ് ദി കോമ്പാക്റ്റിബിലിറ്റി കണ്ടീഷൻ. mu എന്താണ്? കോമ്പാക്റ്റിബിലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള p2നെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, that is mu vanishes at square vertices. സ്ക്വയർ വെർട്ടീസസിൽ എന്താണ്? mu വാനിഷ് ചെയ്യും. സോ സ്ക്വയർ വെർട്ടീസസ് എന്ന് പറയുന്നത് ഇതാണ്. mu of 0 0 that is equal to 0, mu of 0 comma 1 that is equal to 0, mu of 1 comma 0 that is equal to 0 and mu of 1 1 that is equal to 0. ആൻഡ് നമുക്കിവിടെ അറിയാം u of x comma y എന്ന് പറയുന്നത് mu of x comma y മൈനസ് p2 of x comma y ആണ്. ദാറ്റ് ഈസ്, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മ്യൂനെ മാത്രം എടുക്കുമ്പോൾ എന്തായാലും മ്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു യു പ്ലസ് p2 എന്ന് കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ മ്യൂ എന്ന് പറയുന്നതിന് യു പ്ലസ് p2ൻ്റെ ഫോമിൽ വിത്ത് ദാറ്റ് കണ്ടീഷൻ, അതായത് മ്യൂ ഓഫ് 0 0 എന്ന് പറയുന്നതിന് യു ഓഫ് 0 0 പ്ലസ് p2 ഓഫ് 0 0 അങ്ങനെ ബാക്കി എല്ലാതും എഴുതി. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് എന്താണ്? u of x comma 0 that is equal to 1 plus sin pi x. നമ്മളിനി ഓരോ വാല്യൂസ് u of 0 0, p of 0 0 എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ പോലെ ആക്കാൻ പോവാണ്. ഓക്കെ, നമുക്ക് എന്തിനാണ് അതൊക്കെ ചെയ്യണത്? p2 കണ്ടുപിടിക്കും. p2 of x comma y കണ്ടുപിടിക്കണം. p2 of x comma y കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? a1 a2 a3 a4 a5 കണ്ടുപിടിക്കണം. ഓക്കെ, ഫോർ ദാറ്റ് വി ആർ ഡൂയിങ് ദിസ്. ഓക്കെ,
അപ്പോൾ യു ഓഫ് എക്സ് കോമ 0 എന്ന് പറയുന്നത് 1 പ്ലസ് സൈൻ പൈ എക്സ് ആണ്. അപ്പോൾ യു ഓഫ് 0 0 ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ യു ഓഫ് 0 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ആൻഡ് പി ടു ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് a1 എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് a2 എക്സ് വൈ പ്ലസ് a3 എക്സ് പ്ലസ് a4 വൈ പ്ലസ് a5 ആണ്. അപ്പോൾ അതിൽ പി ഓഫ് 0 0 ആണ്. അപ്പോൾ എക്സിനും വൈക്കും എന്താണ് 0 കൊടുക്കുമ്പോൾ ദി ഓൺലി ടേം റിമൈനിങ് ഈസ് a5. അപ്പോൾ നമുക്ക് p2 ഓഫ് 0 0 എന്ന് പറയുന്നത് a5 കിട്ടും. യു ഓഫ് എക്സ് കോമ 1 എന്ന് പറയുന്നത് 2 ആണ്. നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് യു ഓഫ് 0 കോമ 1 വിൽ ബി ഈക്വൽ ടു 2 ആൻഡ് p2 ഓഫ് 0 കോമ 1 ആ എക്സിന് എന്താണ് 0 കൊടുക്കുക, വൈക്ക് 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് റിമൈനിങ് ടേംസ് കിട്ടുമ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, പിന്നെ യു ഓഫ് 1 കോമ വൈ എന്ന് പറയുന്നത് 1 പ്ലസ് വൈ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ യു ഓഫ് 1 കോമ 0 അതായത് വൈക്ക് 0 കൊടുക്കുമ്പോൾ 1 കിട്ടും. ആൻഡ് p2 ഓഫ് 1 കോമ 0 ദിസ് വിൽ ബി ദിസ് 1 ആൻഡ് യു ഓഫ് 1 കോമ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് വൈ. അപ്പോൾ യു ഓഫ് 1 1 പറയുന്നതായിരിക്കും 1 പ്ലസ് വൈക്ക് 1 കൊടുക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആൻഡ് p2 ഓഫ് 1 1 വിൽ ബി ദിസ് 1. ഇനി നമ്മൾ ഇവിടെ കാണിച്ച യു ഓഫ് 0 0 p2 ഓഫ് 0 0 യു ഓഫ് 0 1 p2 ഓഫ് 0 1 എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മളിവിടെ ഓരോന്നിനും വാല്യൂസ് ഇക്വേറ്റ് ചെയ്യുകയാണ്. സോ വി വിൽ ഗെറ്റ് ലൈക്ക് ദിസ് 1 പ്ലസ് a5 ഈക്വൽ 0 2 minus a1 plus a4 plus a5 equal to 0 like that. Okay, from this we will get a5 equal to minus 1 and substituting for a5 we will get minus a1 plus a4 equal to minus 1. From this a4 is equal to a1 minus 1 and here we substitute for a5 we will get a1 plus a3 equal to 0. So a3 equal to minus a1 and we will substitute for a3 a4 a5 here. So we will get a2 equal to 0 and if we assume that a1 equal to 0 we will get a4 equal to minus 1 and a3 equal to 0. നേരത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട് a2 ഈക്വൽ ടു 0 ആണ്, a5 ഈക്വൽ ടു മൈനസ് 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a1 ഈക്വൽ ടു 0, a2 ഈക്വൽ ടു 0, a3 ഈക്വൽ ടു 0, a4 ഈക്വൽ ടു മൈനസ് 1, a5 ഈക്വൽ ടു മൈനസ് 1. ഓക്കെ, വാല്യൂസ് ഒക്കെ നമ്മൾ ഈ p2 ഓഫ് എക്സ് കോമ വൈയിൽ a1ഉം a2 a3 a4 a5 അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? p2 ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് മൈനസ് വൈ മൈനസ് 1 എന്ന് കിട്ടും. അപ്പോൾ മ്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു യു പ്ലസ് p2 ദാറ്റ് ഈസ് ഈക്വൽ ടു യു ഓഫ് എക്സ് കോമ വൈ മൈനസ് വൈ പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി യു ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് എന്താണ്? ഹാർമോണിക് ആണ്, നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ആൻഡ് ബൈ അവർ കൺസ്ട്രക്ഷൻ ദിസ് 1 y പ്ലസ് 1 എന്ന് പറയുന്നത് ഹാർമോണിക് ആണ്. സോ മ്യൂ ഈസ് ഹാർമോണിക്. അപ്പോൾ ഇവിടെ വി എന്താണ്? ഹാർമോണിക് ആണെന്ന് കിട്ടി. നമ്മുടെ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു യു ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആണെങ്കിൽ യു ഓഫ് എക്സ് കോമ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് സൈൻ പൈ എക്സ്. അതായത് യു ഹാർമോണിക് ആണെങ്കിൽ നമുക്ക് ഡെറിഷ്ലെറ്റ് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എന്തായി ചെയ്ത് വന്നപ്പോൾ വി ഹാർമോണിക് ആണെന്ന് കിട്ടി. അപ്പോൾ ഡെറിഷ്ലെറ്റ് കണ്ടീഷൻ നമുക്ക് അവിടെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ വി ഓഫ് എക്സ് കോമ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് സൈൻ പൈ എക്സ് എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇവിടെ നോക്കാം, ഇവിടെ എഴുതിയത് കാണുന്നുണ്ടോ? അപ്പോൾ നമുക്ക് വി എന്ന് പറയുന്നത് യു പ്ലസ് p2 ഓഫ് എക്സ് കോമ വൈ ആണ്. ആൻഡ് വി ഓഫ് എക്സ് 0 എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? യു ഓഫ് എക്സ് 0 പ്ലസ് p2 ഓഫ് എക്സ് 0 എന്ന് എഴുതാം. ഇവിടെ യു ഓഫ് എക്സ് 0 നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്, അത് 1 പ്ലസ് സൈൻ പൈ എക്സ് ആണ്. ആൻഡ് p2 ഓഫ് എക്സ് വൈ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് മൈനസ് വൈ മൈനസ് 1. അപ്പോൾ അവിടെ വൈക്ക് 0 കൊടുക്കുമ്പോൾ എന്താവും? വൈക്ക് 0 കൊടുക്കുമ്പോൾ -1. അപ്പോൾ ഇവിടെ ഒരു -1 എന്ന് വരും. ഈ 1ഉം -1ഉം ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് സൈൻ പൈ എക്സ് എന്ന് കിട്ടും. അതാണ് ഇവിടെ സൈൻ പൈ എക്സ് എന്ന് കിട്ടി. ഇനി അടുത്ത പ്രോബ്ലത്തിൽ തന്ന അടുത്ത ഡെറിഷ്ലെറ്റ് കണ്ടീഷനാണ് വി ഓഫ് എക്സ് കോമ 1. അത് നമ്മൾ ഇതേമാതിരി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 0 കിട്ടും. ആൻഡ് വി ഓഫ് 0 കോമ വൈ ദാറ്റ് ഈസ് ഈക്വൽ 0 ആൻഡ് വി ഓഫ് 1 കോമ വൈ ദാറ്റ് ഈസ് ഈക്വൽ 0 എന്ന് കിട്ടും. ഓക്കെ, ദസ് ദി കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. നമുക്ക് എന്തായി? കോമ്പാക്റ്റബിൾ അല്ലാത്തൊരു പ്രോബ്ലത്തിനെ നമ്മൾ കോമ്പാക്റ്റബിൾ ആക്കി. എങ്ങനെ? യു ഓഫ് എക്സ് കോമ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ഓഫ് എക്സ് കോമ വൈ മൈനസ് p2 ഓഫ് എക്സ് കോമ വൈ വെച്ചിട്ട് ഇവിടെ എന്തായി? മ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമ്പാക്റ്റബിൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ കാണണം.
അതായത് വി ഹാവ് ടു ഫൈൻഡ് ദി സൊല്യൂഷൻ ഫോർ മ്യൂവിൻ്റെ സൊല്യൂഷൻ കാണണം ബൈ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്. ഓക്കെ, നമ്മൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് വെച്ചിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കുറേ ചെയ്തതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് പോവാം. ദാറ്റ് ഈസ് വി നമുക്ക് എന്ത് ചെയ്താം, യു ഓഫ് എക്സ് വി ഓഫ് എക്സ്. നമ്മളിവിടെ എക്സ് ഓഫ് എക്സ് വൈ ഓഫ് എക്സ് ആണ്. സോ എക്സ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം, വൈ ഓഫ് എക്സ് കണ്ടുപിടിക്കണം, ഇവിടെ ഇക്വേറ്റ് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് വി. അതിന് വേണ്ടിയിട്ട് എക്സ് ഡബിൾ ഡാഷ് വൈ മൈനസ് എക്സ് വൈ ഡബിൾ ഡാഷ് ഈക്വൽ 0, എക്സ് ഡബിൾ ഡാഷ് പ്ലസ് ലാംഡ എക്സ് ഈക്വൽ 0, വൈ ഡബിൾ ഡാഷ് മൈനസ് ലാംഡ വൈ ഈക്വൽ 0, v of 0y that is equal to x of 0, y of y that implies y of 0 equal to x of 0 that is equal to 0, and v of 1y that is equal to x of 1, y of y implies x of 1 that is equal to 0. അപ്പോൾ എന്താ ഈ ഒരു കണ്ടീഷൻ എക്സ് ഡബിൾ ഡാഷ് പ്ലസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 വിത്ത് ദിസ് കണ്ടീഷൻസ് എക്സ് ഓഫ് 0 ഈക്വൽ ടു എക്സ് ഓഫ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഇവിടെ ലാംഡ എന്ന് പറയുന്നത് എൻ പൈ സ്ക്വയർ ആണ്, ആൻഡ് എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എൻ പൈ എക്സ് വേർ എൻ വാരീസ് ഫ്രം 1 ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. ഓക്കെ, സിമിലർലി വി ക്യാൻ ഫൈൻഡ് വൈ ഡബിൾ ഡാഷ് മൈനസ് ലാംഡ വൈ ഈക്വൽ 0, വൈ ഡബിൾ ഡാഷ് മൈനസ് ലാംഡയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പൈ എൻ പൈ സ്ക്വയർ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് വി വിൽ ഗെറ്റ് വൈ ഓഫ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു c1 ഇ റേസ് ടു എൻ പൈ വൈ പ്ലസ് c2 ഇ റേസ് ടു മൈനസ് എൻ പൈ വൈ. ഓക്കെ, നമ്മളിവിടെ നേരത്തെ കണ്ടുപിടിച്ച് വെച്ച ഒരു കണ്ടീഷൻ ഉണ്ട്, ദാറ്റ് ഈസ് വി ഓഫ് എക്സ് കോമ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ വി ഓഫ് എക്സ് കോമ 1 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എക്സ് ഓഫ് എക്സ് വൈ ഓഫ് 1, ആൻഡ് അവരുടെ കണ്ടീഷൻ എന്തായിരുന്നു, വി ഓഫ് എക്സ് കോമ 1 എന്ന് പറയുന്നത് 0 ആയിരുന്നു. സോ വി വിൽ ഇക്വേറ്റ് ഇറ്റ്സ് ടു 0. ഇനി നമ്മുടെ ഒരു ട്രിവിയൽ സൊല്യൂഷൻ കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഇംപ്ലൈ ചെയ്യുന്നത് വൈ ഓഫ് 1 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വൈ ഓഫ് വൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷൻ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ വൈക്ക് 1 കൊടുത്താൽ നമുക്ക് എന്താണ് ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു വൈക്ക് 1 കൊടുക്കുക, c1 ഇ റേസ് ടു എൻ പൈ പ്ലസ് c2 ഇ റേസ് ടു മൈനസ് എൻ പൈ. ഇതിൽ നിന്ന് നമ്മൾ c1നെ കണ്ടുപിടിക്കാം. ആ c1നെ കണ്ടുപിടിച്ചിട്ട് വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഹിയർ. അപ്പോൾ വൈ ഓഫ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിങ്ങനെ കിട്ടും. അതിൽ നമ്മൾ മൈനസ് c2നെ പുറത്തേക്ക് എടുക്കുന്നു, എടുത്തു. ഇനി ഇ റേസ് ടു മൈനസ് 2 എൻ പൈ, അതിന് നമ്മൾ ഇ റേസ് ടു മൈനസ് എൻ പൈ ഡിവൈഡ് ബൈ ഇ റേസ് ടു എൻ പൈ എന്ന് എഴുതി. ബാക്കിയൊക്കെ സെയിം അതുപോലെ തന്നെ റിമെയിൻ ചെയ്യുന്നു. നമ്മൾ ഒരു ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി കോമൺ ഡിനോമിനേറ്റർ ആക്കാം. കോമൺ ഡിനോമിനേറ്റർ ആക്കിയിട്ട് അതിന് പുറത്തേക്ക് എടുത്തു, ഇ റേസ് ടു എൻ പൈ പുറത്തേക്ക് എടുത്തു, -2 കൊണ്ട് ഇൻറ്റു ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, നമുക്കപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോമായിട്ട് കിട്ടും. ഇനി ഇ റേസ് ടു എൻ പൈ വൈ മൈനസ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് എൻ പൈ വൈ മൈനസ് 1 ഡിവൈഡ് ബൈ 2നെ സൈൻ എച്ച് ഓഫ് എൻ പൈ ഓഫ് വൈ മൈനസ് 1 എഴുതാം, എൻ ഈക്വൽ 1, 2, 3 എക്സെട്ര. ഓക്കെ, ഇങ്ങനെയായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ വി ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് എക്സ് എൻ ഓഫ് എക്സ് വൈ എൻ ഓഫ് വൈ ആണ്. ഈ എക്സ് എൻ എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് സൈൻ എൻ പൈ എക്സ്. ഓക്കെ, ആൻഡ് വൈ ഓഫ് വൈ എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ചു. അതിൽ -2 c2 ഡിവൈഡ് ബൈ ഇ റേസ് ടു എൻ പൈ എന്ന് പറയുന്നത് തന്നെ നമ്മൾ സം കെ എൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ വി ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് വി എൻ ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് കെ എൻ സൈൻ എൻ പൈ എക്സ് സൈൻ എച്ച് എൻ പൈ വൈ മൈനസ് 1 എന്ന് കിട്ടും. സോ മ്യൂ ദാറ്റ് വി അല്ല, ദിസ് ഇസ് മ്യൂ. Mu will be equal to summation mu n, that will be equal to summation equal to 1 to infinity again sin e by x sin h n by y minus 1. ഓക്കെ, നമ്മുടെ സൊല്യൂഷൻ എന്താണ്, u of x, y that is equal to mu of x, y minus p2 of x, y ആണ്. We will substitute all the values for this mu of x, y and p2 of x, y. So we will get this, and this is not the end. ഇത് നമ്മുടെ സൊല്യൂഷൻ ആയിട്ട് we have to find kn. Okay, next to find kn
mu of x, for that we have one condition, mu of x comma y that is equal to sine pi x. So we are using that condition here, mu of x comma y that is equal to sine pi x. So mu n of x comma y that is equal to summation kn, we are just എഴുതുന്നു summation kn into sin n pi x sin h n pi of y minus. Then applying this initial condition, put the value of y equal to 0, so we'll get this and equate it to initial condition that is sin pi x. Okay, so we'll get like, and multiply the both sides sin m pi and integrate from 0 to pi. ഈ രണ്ട് സൈഡിൽ സൈൻ എം പൈ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക ആൻഡ് ഇൻറ്റഗ്രേറ്റ് ഫ്രം 0 to pi, ഈ രണ്ട് സൈഡിൽ. ഓക്കെ, സോ വി വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. ആൻഡ് ഇൻ RHS take k. Okay, here we will consider only the case when m equal to n and all other value will be equal to 0. So we are considering only the case for m equal to n. So we are taking km sin h m pi outside and integrating for integral 0 to pi, and the term remaining will be sin m pi x and sin m pi x, that is sin square m pi x. Okay, replace sin square by 1 minus cos 2x by 2 and integrate from 0 to pi. So we will get the answer pi by 2, this one. Okay, pi by 2. So integral 0 to pi sin pi x sin m pi x equal to km into sin h m pi by 2. And we have to take, we have to find the value of km. So take this that side. Okay, so we will get km that is equal to 2 divided by pi into sin h m pi integral 0 to 1 sin pi 0 to pi sin pi x sin m pi x dx. Here we consider the case for m equal to 1. So we will get 2 divided by pi sin h pi into in this way we get here by 2. We will get we are considering the case for m equal to 1, so we will get sin square pi x, and we substitute sin square by 1 minus cos 2x by 2. So we will get the answer pi by 2. So we are considering the case for m equal to 1, so k1 that is equal to this and this will be cancelled. So we will get k1 that is equal to 1 divided by sin pi x. So v of x in the place of in v of x we can replace this k by 1 divided by sin h pi. Okay, so we will get like this, and u of x comma y that is equal to mu of x comma y minus p2 of x comma y. So replacing this sin pi x sin h pi of y minus 1 divided by sin h pi y plus 1. This is our solution. This is our u of x comma y. Our next problem is find a harmonic function u of x comma y in the square 0 less than x comma y less than pi, satisfying the Newman boundary condition uy of x comma pi that is equal to x minus pi by 2, ux of 0 comma y that is equal to ux of pi by pi comma y, that which is equal to uy of 0 x comma 0 which is equal to 0. Okay, we have the general solution of Laplace equation dou square u that is equal to 0, 0 less than or equal to x less than or equal to a, 0 less than or equal to y less than or equal to b, u of x 0 y equal to ux of a comma y which is equal to 0 which is equal to uy of x comma 0 and uy of x comma b that is equal to f of x.
ഓക്കെ, ഇങ്ങനൊരു ഇനീഷ്യൽ കണ്ടീഷനുള്ള ഒരു പ്രോബ്ലത്തിന് അതാണ് ലാപ്ലേസ് ഇക്വേഷൻ്റെ ജനറൽ ഫോം. അപ്പോൾ അവരുടെ അവരുടെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് യു ദാറ്റ് ഈസ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to infinity എ എൻ കോസ് എൻ പൈ എക്സ് ബൈ എ കോസ് എച്ച് എൻ പൈ വൈ ബൈ എ. ഇവിടെ ഈ എ എൻ എന്ന് പറയുന്നത് 2 divided by n pi 2 divided by n pi 1 divided by sin h n pi b by a integral a to b f of x cos n pi x by a dx. ഓക്കെ, ഇവിടെ നോക്കിയേ, ഈ ഇനീഷ്യൽ കണ്ടീഷൻസും ഈ ലാപ്ലേസ് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസും ഏകദേശം സെയിം ആണ്. ഏകദേശം സെയിം എന്നല്ല, ഇറ്റ് ഈസ് സെയിം. അപ്പോൾ അവർ സെയിം ആണ്. അപ്പോൾ വി ക്യാൻ ഫൈൻഡ് ദി സൊല്യൂഷൻ. അപ്പോൾ നമ്മുടെ യു ഓഫ് എക്സ് കോമ വൈ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണേ. അപ്പോൾ ലാപ്ലേസ് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ ആയിരിക്കും ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ജനറൽ സൊല്യൂഷൻ, ബിക്കോസ് ദി ഇനീഷ്യൽ കണ്ടീഷൻ ഈസ് സെയിം. ഓക്കെ, ഇവിടെ എന്താണ് യു ഓഫ് എക്സ് 0 വൈ, യു എക്സ് പൈ വൈ ആൻഡ് യു വൈ 0 എക്സ് കോമ 0 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് 3 ഫംഗ്ഷൻസ് 0 ആണ്, ഒരു ഫംഗ്ഷന് മാത്രം വാല്യൂ എഫ് ഓഫ് എക്സ്. അതേമാതിരി തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ ഇൻ്റർവെൽ തന്നിരിക്കുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കോമ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ആണ്. ദാറ്റ് മീൻസ് എൻ്റെയും ബിൻ്റെയും വാല്യൂസ് എന്ന് പറയുന്നത് പൈ ആണെന്നാണ് വാല്യൂസ്. അപ്പോൾ ഇവിടെ എൻ്റെ വാല്യൂ പൈ ആകുമ്പോൾ എന്തായി, ഈ പൈയും ഇവിടുത്തെ പൈയും കൂടി ക്യാൻസലാവും. അതേമാതിരി ഇവിടെ പൈ ആകുമ്പോൾ ഈ പൈയും ഇവിടുത്തെ പൈയും കൂടി ക്യാൻസലാവും. അതാണ് നമ്മളിവിടെ അടുത്തത് ചെയ്തേക്കണേ. യു ഓഫ് എക്സ് കോമ വൈ ദാറ്റ് ഈസ് ഈക്വൽ സമ്മേഷൻ ഈക്വൽ 1 to infinity എ എൻ കോസ് എൻ പൈ കോസ് എച്ച് എൻ വൈ. ഇവിടെ എന്താണ് എയ്ക്കും ബിക്കും പൈൻ്റെ വാല്യൂ കൊടുത്തപ്പോൾ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററൊന്നും ക്യാൻസലായിട്ടാണ് ഇങ്ങനെ വന്നത്. നമുക്ക് പ്രോബ്ലത്തിൽ തന്നേക്കുന്നതാണ് യു വൈ ഓഫ് എക്സ് പൈ എന്ന് പറയുന്നത് എക്സ് മൈനസ് പൈ ബൈ 2 ആണ്. ഓക്കെ, നമുക്കിവിടെ യു ഓഫ് എക്സ് കോമ വൈ നമുക്ക് കിട്ടി സമ്മേഷൻ ഈക്വൽ 1 to infinity എ എൻ കോസ് എൻ എക്സ് കോസ് എച്ച് എൻ വൈ എന്ന് കിട്ടി. ഇനി യു വൈ ഓഫ് എക്സ് പൈ ആണ് എക്സ് മൈനസ് പൈ ബൈ 2. സോ വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ദിസ് വിത്ത് റെസ്പെക്ട് ടു വൈ. സോ യു വൈ ഓഫ് എക്സ് കോമ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ദിസ്. സോ സമ്മേഷൻ ഈക്വൽ 1 to infinity എ എൻ കോസ് എൻ എക്സ്, and differentiating this we will get sin h n y into n. So we will get summation n equal 1 to infinity n into a n cos n x sin h n y. Okay, so u of x comma y that is equal to pi. So replacing the value of y with pi we will get this one, and we are equating the initial condition. So x minus pi by 2 that is equal to summation n equal to 1 to infinity n a n cos n x sin h n pi. ഓക്കെ, ഇവിടെ നോക്കാം കോസ് എൻ എക്സ് മാത്രമാണ് ഇവിടെ വേരി ചെയ്യുന്ന ഒരു ടേമും. ബാക്കി എല്ലാതും എന്നിനൊരു വാല്യൂ കിട്ടിയാൽ എന്താണ് അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് റിമെയിൻ ചെയ്യും. അതായത് എൻ എ എൻ സൈൻ എച്ച് എൻ പൈ ഇവരൊക്കെ എന്താണ് കോൺസ്റ്റൻസ് ആയിരിക്കും. പക്ഷേ അവിടെ കോസ് എൻ എച്ച് എക്സ് കോസ് എൻ എക്സ് എന്ന് പറയുന്നത് എക്സിനനുസരിച്ചിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ ആ കോൺസ്റ്റൻസിനൊക്കെ കൂടിയിട്ട് ബി എൻ എന്ന് പറഞ്ഞിട്ട് റീപ്ലേസ് ചെയ്യണം. ബി എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ എ എൻ സൈൻ എച്ച് എൻ പൈ അതൊക്കെ ആയിട്ട് റീപ്ലേസ് ചെയ്തപ്പോൾ സമ്മേഷൻ ഈക്വൽ 1 to infinity ബി എൻ കോസ് എൻ എക്സ് എന്ന് കിട്ടും. ദിസ് ഈസ് അവർ ഇക്വേഷൻ 1 ആൻഡ് ദിസ് ഈസ് അവർ ഇക്വേഷൻ 2. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ 2 മൾട്ടിപ്ലൈ ബോത്ത് സൈഡ് ബൈ കോസ് എം എക്സ് ആൻഡ് ഇൻ്റഗ്രേറ്റ് ഫ്രം 0 to pi. യൂസിങ് ദി ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ ഓൺലി ദി ടേം വിത്ത് എം ഈക്വൽ ടു എൻ സർവൈവ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ഇതേ സെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ്റഗ്രേറ്റ് 0 to pi ആൻഡ് നമ്മളവിടെ സൈൻ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇവിടെ സി എം എക്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എൻ ഈക്വൽ ടു എന്നിൻ്റെ ടേം മാത്രമേ പോവും. ഇവിടെ നമ്മൾ കോസ് എൻ ഡി എക്സ് ചെയ്തു. ഇതേമാതിരി 0 to pi ഇവിടെ കോസ് എം എക്സ് വെച്ച് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു ആർ എച്ച് എസ് മാത്രം കൺസിഡർ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? ബി എൻ കോൺസ്റ്റൻ്റ് ആണ്, ബി എനെ പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ 0 to pi കോസ് സ്ക്വയർ, 2 കോസ് വരും. അപ്പോൾ കോസ് സ്ക്വയർ എം എക്സ് ഡി എക്സ് എന്ന് വരും.
ആൻഡ് കോസിന് നമുക്ക് എന്ത് ചെയ്താം, കോസ് സ്ക്വയറിന് നമുക്ക് കോസ് 2x + 1/2 വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും, π/2 എന്ന് കിട്ടും. അപ്പം ഇതിൽ നിന്ന് അതായത് ഇൻ്റഗ്രൽ ടു പൈ എക്സ് π/2 ഇൻറ്റു കോസ് nx dx ദാറ്റ് ഈസ് ഈക്വൽ ടു bn ഇൻറ്റു π/2 കിട്ടും. From that we are going to find bn that is equal to 2/π 0 to pi x minus π/2 cos nx dx. സാധാ പോലെ നമുക്ക് എന്താണ് കിട്ടിയിരിക്കണേ, ഇങ്ങനെയാണ് വന്നേക്കണേ. ഇതിനെന്താണ് സാധാ പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ടു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇല്ലേ, അതേമാതിരി സാധാ പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ we will get this and the final solution will be like this. We will get two solutions. If n is odd we will get minus 4 pi n square, and if n is even we will get integration parts ആണ് ചെയ്തേക്കണേ. ഇവിടെ നമുക്ക് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, സിമ്പിൾ നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ bn will be equal to minus 4/pi square. ആൻഡ് bn നമ്മളിവിടെ എല്ലാം കോൺസ്റ്റൻസിനെ ഒരുമിച്ചാക്കിയതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ bn ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു an sin h n pi ആണ്. ഫ്രം ദാറ്റ് വി വിൽ ഗെറ്റ് an ദാറ്റ് ഈസ് ഈക്വൽ ടു bn ഡിവൈഡ് ബൈ n ഇൻറ്റു സൈൻ h n pi. ആൻഡ് bn എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ കണ്ടുപിടിച്ചു minus 4/pi n സ്ക്വയർ ആണ്. അപ്പോൾ അതിവിടെ റീപ്ലേസ് ചെയ്തു. ആൻഡ് ഓക്കെ, അപ്പോൾ bn ഡിവൈഡ് ബൈ n ഇൻറ്റു സൈൻ h n pi എന്ന് കിട്ടി. ഓക്കെ, നമ്മളിവിടുത്തെ കേസ് കൺസിഡർ ചെയ്യുന്നത് n ഓഡ് ആണെങ്കിൽ ഉള്ള കേസാണ് ഇവിടെ എടുക്കുന്നത്. ബാക്കിയല്ല n ഈവൺ ആണെങ്കിൽ 0 ആണ്, നമുക്ക് അവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ n ഓഡ് ആയിട്ടുള്ള കേസാണ് കൺസിഡർ ചെയ്യുന്നത്. n ഓഡ് ആണെങ്കിൽ എന്നിൻ്റെ ഫോം എന്തായിരിക്കും, 2n - 1 ആയിരിക്കില്ലേ. അപ്പോൾ ഈ n കിടക്കുന്ന എല്ലായിടത്തും 2n - 1 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ bn എന്ന് പറയുന്നതിന് എന്ത് റീപ്ലേസ് ചെയ്യാം, 4 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു n സ്ക്വയർ, വേർ n നമുക്ക് എന്താ റീപ്ലേസ് ചെയ്യണം, ഓഡ് ആയതുകൊണ്ട് 2n - 1, അപ്പോൾ 2n - 1 ഹോൾ സ്ക്വയർ. ആൻഡ് ഇവിടെ bn മാത്രം നമ്മൾ എഴുതിയുള്ളൂ. ഇനി ഇവിടുത്തെ n അതിനെന്ത് എഴുതി, 2n - 1 സൈൻ h n-നെ 2n - 1 പൈ. ഓക്കെ, അപ്പോൾ നമുക്ക് an കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ u of x, y എന്ന് പറയുന്നത് എന്താണ്, u of x, y എന്ന് പറയുന്നത് that is equal to a0 plus summation equal 1 to infinity an cos n pi x by a cos h n pi x by a. അതിൽ an കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ an കണ്ടുപിടിച്ച് അവിടെ റീപ്ലേസ് ചെയ്യുമ്പോൾ u of x, y that is equal to a0 minus 4/pi summation equal to 1 to infinity cos 2n - 1 x cos 2n - y divided by 2n - 1 cube sin h 2n - 1 pi. This is our solution u of x, y.